അപ്പോൾ അത് നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിരട്ട കത്തിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് കത്തിക്കാം. നമുക്ക് ചിരട്ട ഇങ്ങനെ വെച്ചെടുക്കാമല്ലോ. നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കത്തി ശരിക്കും കണലായി വരട്ടെ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളെ സിലോഫിയ എന്ന് പറഞ്ഞ മീനാണ്, തിലോപ്പിയ. ഇത് നമ്മൾ ഇവിടെ മാത്രം പൊളിച്ചിട്ട് ചെതമ്പലൊന്നും കളഞ്ഞിട്ടില്ല, ചിറകൊന്നും കളയാതെ ഇതേപോലെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് മാത്രം പുറത്ത് ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പൊളിച്ച ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് പുതിന കുറച്ചെടുത്തിട്ട് കയറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു ചൊയ മാറാൻ വേണ്ടിയിട്ട്, ഇത് മാറാൻ വേണ്ടിയിട്ട് പുതിന കയറ്റി കൊടുത്ത് അടുത്തായിട്ട് നമ്മൾ പിന്നെ മുകളിൽ തേക്കാൻ പോകുന്നത് ഉപ്പാണ്. ഫുള്ളായിട്ട് ഉപ്പ് തേക്കുക. രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് ഉപ്പ്. അപ്പോൾ നമ്മൾ ഇത് ചുടാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ നെറ്റിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ നമ്മളെ കണലിവിടെ ശരിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം. നല്ല ചൂടുണ്ട്. രണ്ട് ഭാഗം ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതെ നമ്മളെ മീൻ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ച് വെച്ച് കൊടുക്കുക. ഇനി അടിഭാഗം കൂടി ഒന്ന് വേവാനേ ഉള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പിൽ ചുട്ട മീൻ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ കൂട്ടാൻ. അപ്പോൾ നമുക്ക് അതിന് ഒരു തക്കാളി ഒന്ന് ഇതിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം, കുറച്ച് ചെറിയുള്ളി, ഒരു മുളക്, ഇത്തിരി ചപ്പ്, ഇത്തിരി ഉപ്പും ചേർക്കാം. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ചതച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി തക്കാളി ഇത് വന്നിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് ചതക്കിയെടുക്കുന്നു. നമ്മളെ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. മീൻ വെന്തിക്കെന്ന് പറയാം. നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മളെ മീൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് നോക്കത് കഴിച്ചു നോക്കാം. ഇവിടുന്ന് ഇരുന്ന് കഴിച്ചു നോക്കാം അല്ലേ? അങ്ങോട്ട് പോകണം, താഴത്ത് പോകണം. അപ്പോൾ നമ്മളെ മീൻ കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ തോലും കണ്ട് അടത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് പൂച്ച വരണുണ്ട്. നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കാം. പൂച്ചയ്ക്ക് ഈ തോല് കൊടുക്കട്ടാ. പൂച്ച നോട്ടാ. അപ്പോൾ ഇതുപോലെ നമുക്ക് മീനിൻ്റെ തോല് കണ്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റും. നമ്മൾ തേച്ച ഉപ്പൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാവില്ല. അകത്തേക്ക് പാകത്തിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കണ്ട് നുള്ളി എടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടല്ലോ, ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മളെ വായിലേക്ക് ഇട്ടാ അടിപൊളി. എന്നാ അനക്കുന്നോ? എന്താ പാട്? എന്താ പാട്? നീ ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ഉണ്ട്. ഇതാ നമ്മളെ അൻസാമ്പ് കഴിക്കും. എന്താ അവിടെ അൻസാമ? എനിക്ക് തന്നില്ലേ? എന്നാ ക്യാമറ എനിക്ക് വേണോ? ഊതണ്ട ചമ്മന്തി കൂട്ടണോ എനിക്ക്? എന്താ പാടി? ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ തോല് കറക്റ്റ് ഉണ്ട് പൊളിഞ്ഞു പോരുട്ടാ. അപ്പോൾ ഇത് നമ്മൾ ഇതാ ഉപ്പിൽ ചുട്ട മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നമുക്ക് ശരിക്ക് ഉപ്പ് മീനിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് അതിൽ കിട്ടും. കൂടുതൽ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിലും ഒരുപാട് ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അധികം ആളുകൾക്കും ഇത് ഇഷ്ടപ്പെടാനാണ് സാധ്യത. അത്രയും ആ മീനിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മളെ M4TECH അതേപോലെ ആരിസ്ക ഒക്കെ ചെയ്ത ഒരു മെത്തേഡാണിത്. അപ്പോൾ അതൊന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാണ്. സംഭവം സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ പറയും. എടാ അന്താന് കൊടുക്കടാ. പിച്ചുകുട്ടിക്ക് തരുന്നില്ല? എല്ലാ കൂടി അനക്കനാണ് തരാന്ന് വെച്ചാ മുള്ളു കുത്തണ്ടട്ടാ. മുള്ള എണ്ണാക്കില് കൊടുക്കണ്ട. മുള്ളു കൊടുക്കണ്ട. മുള്ളു തിന്നോയി.